5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹത്തിന് ഉച്ചക്കിറക്കാണോ, നട്ടപ്രാന്താണോ, വട്ടായോ, പ്രാന്തായോ, എന്താണ് ആയിട്ടുള്ളത്? അദ്ദേഹം എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇന്നലെ ചാനലിൽ, ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ പിന്നെ പൂമരങ്ങൾ വിരിയുമെന്നും 100 പൂക്കൾ അവിടെ വിരിയുമെന്നൊക്കെ പറഞ്ഞു. സ്വരാജിൻ്റെ വോട്ടിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വരാജിൻ്റെ എല്ലാ ബൂത്തിലും എണ്ണുമ്പോൾ സ്വരാജിൻ്റെ വോട്ടിങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇദ്ദേഹം പാടി അർമാദിക്കുകയാണ്. 100 പൂക്കൾ വിരിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവസാനം ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു തരം ഒരു സ്ഥലജല ഭ്രമം ബാധിച്ചു. അതവിടെ നിൽക്കട്ടെ. അത് അവസാനം സ്വരാജ് തോറ്റതോടുകൂടി അത് നിലമതിയാക്കി കാണും. ഇദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് ഡോക്ടർ അരുൺകുമാർ നേരത്തെ 24 ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം, ഞാനും അദ്ദേഹവുമായിട്ട് പല അദ്ദേഹം ആങ്കറായി ഞാൻ പാനൽ ചർച്ചയിൽ വന്നിട്ടുമുണ്ട് 24 അല്ല, റിപ്പോർട്ടറിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ PhD എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നലെ ഇദ്ദേഹം ഒരു ഒന്നൊന്നര അനാലിസിസ് നടത്തി കളഞ്ഞു. എന്താണ് അനാലിസിസ്? 69% സീറ്റുകളിൽ 20,000-ന് മുകളിലാണ് കോൺഗ്രസ്സിന് വോട്ട്, അല്ല LDFന് വോട്ട്. പിന്നെ കുറേ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. 10,000-ന് മുകളിൽ സീറ്റുള്ള എത്ര സീറ്റുണ്ട് LDFന്, 5,000-ന് മുകളിൽ എത്ര സീറ്റുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് 5,000-നും 10,000-നും മുകളിലൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെയാണ് നിലമ്പൂർ മണ്ഡലം നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 8-9 മണ്ഡലങ്ങൾ അങ്ങനെ വരുമെങ്കിലും ആ മണ്ഡലങ്ങളിൽ മന്ത്രിമാരുടെ മണ്ഡലങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞ് കൂട്ടി കുറച്ച് കൂട്ടി ഗുണിച്ച് ഹരിച്ച് അവസാനം ഒരു കാരണവശാലും UDF വരില്ല, LDF തന്നെ വീണ്ടും വരും, UDFന് ഒരു അപ്പർ ഹാൻഡ് ഇല്ല എന്നുള്ളതിൽ പുള്ളി സമർത്ഥിച്ചു. എന്ത് പൊട്ടത്തരമാണ് അരുണേ താങ്കൾ പറയുന്നത്? താങ്കളെ ആരാണ് ജനാധിപത്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചത്? താങ്കളുടെ ആരാണ് ഈ ആളുകളുടെ വോട്ടെടുപ്പിന് അവരവരുടെ മനസാക്ഷി, മലയാളിയുടെ മനസാക്ഷിയെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? മലയാളിയുടെ മനസാക്ഷി ഇനിയും 10 മാസം കഴിഞ്ഞ് നടക്കുന്നൊരു തെരഞ്ഞെടുപ്പിൽ മലയാളി എങ്ങനെ ചിന്തിക്കുമെന്ന് താങ്കൾ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ നിലമ്പൂരിൽ LDF ജയിക്കണ്ടേ? LDFൻ്റെ വോട്ട് കിട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് അതുപോലെ നിലനിൽക്കണ്ടേ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതുപോലെ നിലനിന്നാൽ ഏതെങ്കിലും മുന്നണികളെയും കൂടെ 5 വർഷം കൂടുമ്പോൾ മാറി വരുമോ? UDF ഒരു പ്രാവശ്യം 100 സീറ്റിനടുത്ത് പോയതല്ലേ? പിന്നെ അവിടെ നിന്ന് അവർ 72 സീറ്റിലേക്ക് പോയില്ലേ? പിന്നെ അങ്ങനെ ഓരോ കാലഘട്ടം എടുത്ത് നോക്കൂ. അടിയന്തരാവസ്ഥ കാലത്ത് എത്രയായിരുന്നു കോൺഗ്രസിൻ്റെ അന്ന് UDF അല്ല, കോൺഗ്രസിൻ്റെ വോട്ട് എത്രയായിരുന്നു, സീറ്റ് എത്രയായിരുന്നു? അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ രാജ്യമാകെ കോൺഗ്രസ് വിരുദ്ധമായപ്പോഴും രാജ്യത്ത് ഇവിടെ വ്യത്യസ്തമായി കോൺഗ്രസിൻ്റെ വോട്ട് എത്രയായിരുന്നു, സീറ്റ് എത്രയായിരുന്നു? അതുകൊണ്ട് ജനങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മൾ ചാനലിൽ നിങ്ങൾക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടി, ഏഷ്യാനെറ്റിനെ പിന്തള്ളാൻ വേണ്ടി, അല്ലെങ്കിൽ ബാർ റേറ്റിങ്ങിൽ ഒന്നാമതാകാൻ വേണ്ടി ഒരാൾ CPM ആവും, ഒരാൾ BJP, ഇപ്പോൾ സുജയ പാർവതി BJP ആവുന്നു, വേറൊരാൾ കോൺഗ്രസ് ആവുന്നു, നമ്മൾ സ്മൃതി പരത്തിക്കാട് കോൺഗ്രസ് ആവുന്നു, ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനില്ല, നിങ്ങൾ CPM ആവുന്നു. പിന്നെ അതുപോലെ നിങ്ങളുടെ പിന്നെ എന്താണ് മറ്റേ അതിൻ്റെ മുതലാളി വന്ന് വേറൊരു പാർട്ടി ആവുന്നു, അല്ലെങ്കിൽ നിഷ്പക്ഷനാവുന്നു. നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് 4 പേരും കൂടെ ഇരുന്നിട്ട് ഒരു ചാനലിൽ തന്നെ 4 പേര് ഇരുന്നുകൊണ്ട് അടി കൂടുന്നു. പാവപ്പെട്ട ആളുകൾ CPM-കാർ വിചാരിക്കും കൊള്ളാം, നന്നായിരിക്കുന്നു അരുണേ എന്ന് പറയും. BJP-കാരുടെ സുജയ പാർവതിയാണ് ഏറ്റവും നല്ല ആളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞ് അങ്ങനെ നിൽക്കും. പക്ഷേ അതല്ല വിഷയം. നിങ്ങളുടെ അനാലിസിസ് എന്ത് ബേസിലാണ് ഇത് അനലൈസ് ചെയ്യുന്നത്? ആളുകളെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കറിയാം എന്താണ് വോട്ട് ചെയ്യേണ്ടത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയെ വലിച്ചെറിഞ്ഞത് ഇന്ത്യൻ സമൂഹമാണ്. കേരളീയർ മാറി നിന്നു, അത് വേറെ വിഷയം. പക്ഷേ തിരിച്ച് നിങ്ങൾ എടുത്തോളൂ. സ്വരാജിൻ്റെ സ്വന്തം വാർഡിൽ അദ്ദേഹത്തിന് വോട്ടുണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഇതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിനൊരു സൗന്ദര്യമുണ്ട്. മോഡി ഈ 3ാമത്തെ ഗവൺമെൻറ് സമയത്ത് ഒരു ആൻറ്റി ഇൻകംബൻസും അങ്ങനെ സീരിയസ് ആയിട്ടില്ലായിരുന്നു. അഴിമതി, മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നോട്ട് നിരോധനം, രാമക്ഷേത്രം, ഇതൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല രാമക്ഷേത്രം പണിയുകയും ചെയ്തു. എന്നിട്ടും അയോധ്യയിൽ വോട്ട് കുറഞ്ഞു. രാമക്ഷേത്രം നിൽക്കുന്ന അയോധ്യ പാർലമെൻറ്റ് സീറ്റിൽ വോട്ട് കുറഞ്ഞു. എന്താണ് ജനാധിപത്യത്തെക്കുറിച്ച് താങ്കൾ ധരിച്ചിരിക്കുന്നത്? ജനാധിപത്യത്തിൽ ജനങ്ങളെ ഒരു കാരണവശാലും ഇകഴ്ത്തി കാണിക്കരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്. അവരുടെ ബോധമണ്ഡലം വളരെ ഉച്ചത്തിലാണ്. വലിയ ഭരണവിരുദ്ധ വികാരവും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളുമുള്ളൊരു തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു വിജയം കിട്ടി നിൽക്കുമ്പോൾ ഇന്നലത്തെ ദിവസമെങ്കിലും താങ്കൾക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? ഇന്ന് താങ്കൾ പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, ഇന്നലത്തെ ദിവസമെങ്കിലും ഒഴിവാക്കാമായിരുന്നില്ലേ താങ്കൾക്ക് ഈ ഉച്ചക്കിറക്ക് വന്നിരുന്ന്, നട്ടപ്രാന്ത് വന്നിരുന്ന് ചാനലിൽ പറയാൻ? ഇനി കിടക്കുന്നല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം രാഷ്ട്രീയമായ കാര്യങ്ങൾ. അൻവർ UDFൽ ചേരുമോ? കേരള കോൺഗ്രസ് LDF വിട്ട് UDFൽ വരുമോ? CPIയും CPM-ആയിട്ടുള്ള ബന്ധം എങ്ങനെ? അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇനിയും ചർച്ച ചെയ്യാൻ കിടക്കുകയല്ലേ? ആ ചർച്ച ചെയ്യുന്നതിന് ഇനിയും പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കിടക്കുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആരെ സ്വാധീനിക്കുമെന്നറിയില്ല. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയമായ, സാമൂഹ്യമായ,
സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കിടക്കുമ്പോഴാണ് താങ്കൾ ഒരു ഒന്നൊന്നര തള്ളങ്ങ് തള്ളിയത്. എന്തൊരു തള്ളാണ് തള്ളിയത്! ഇങ്ങനെ തള്ളുമ്പോൾ താങ്കൾക്ക് എന്താണ് കിട്ടുന്നത്? താങ്കൾ ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥിയാവുക, ഒരു ശരാശരി നിങ്ങൾ പൊളിറ്റിക്കൽ അധ്യാപകനാവുന്ന പോട്ടെ, നിങ്ങൾ സാറെന്ന് വിളിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എടാ അരുണേ എന്നൊക്കെ വിളിക്കണമെന്നാണ് കുട്ടികളോട് പറഞ്ഞു കൊടുത്തു എന്നാണ് താങ്കൾ തന്നെ പറഞ്ഞത്. അപ്പോൾ മിസ്റ്റർ അരുൺ, ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല താങ്കളെ, പ്രതിപക്ഷ ബഹുമാനത്തോട് മിസ്റ്റർ അരുൺ, താങ്കളെ ആരാണ് പൊളിറ്റിക്സ് പഠിപ്പിച്ചത്? ആ പഠിപ്പിച്ച അധ്യാപകർക്ക് ഒരു നമസ്തേ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ അധ്യാപകരെ കുറ്റം പറയുകയല്ല. ഇയാൾ ഏത് പുസ്തകം വായിച്ചിട്ടാണ് ഇദ്ദേഹം പരീക്ഷ എഴുതി PhD ഒക്കെ എടുത്തത്? ഇനി PhD എടുത്തതിലും വല്ല പ്രശ്നമുണ്ടോ? അത് കാര്യം PhDകൾ എല്ലാവരുടെ പല PhDകളെ സംബന്ധിച്ചുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നൊരു കാലമാണ്. അതുകൊണ്ട് ഡോക്ടർ അരുൺകുമാറിൻ്റെ ഈ പൊളിറ്റിക്കൽ വിലയിരുത്തൽ ഒന്ന് കടന്നുപോയി. ഒരുതരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരുൺകുമാറിന് ഉച്ചക്കിറുക്കുണ്ടെന്നും നട്ടപ്രാന്തുണ്ടെന്നും വട്ടുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാൽ, ഇനി ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് ട്രോളിയാൽ ദയവായി അരുൺ താങ്കൾ ബഹളമുണ്ടാക്കരുത്. ചിലപ്പോൾ താങ്കൾ അത് അർഹിക്കുന്നുണ്ട്.